സാരി ബ്ലൗസിനെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് പറഞ്ഞു തരുന്നത്. ഈ ഒരു മെറ്റീരിയലാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ലൈനിങ്ങിൽ വേണം മാർക്ക് ചെയ്യാനായിട്ട്. ആദ്യം താഴെ ലെവലിന് ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. 36 ചെസ്റ്റിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻറ്റിലേക്ക് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുൾ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ ഇതേപോലെ ഒരു ലൈൻ കൊടുക്കുക. ഇതാണ് നമ്മുടെ ഷോൾഡർ ലൈന്. ഇവിടെ നമ്മൾ ബാക്ക് നെക്ക് ലെങ്തിനെ ബേസ് ചെയ്ത് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ബാക്ക് ഞാൻ 7 ഇഞ്ച് ഡീപ്പ് കൊടുക്കുന്നതുകൊണ്ട് 5.25 ഇഞ്ചേ ഷോൾഡർ കൊടുക്കുന്നുള്ളൂ. അവിടെ നേരെ താഴത്തേക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഷോൾഡർ തന്നെ ആം ഹോളായിട്ട് കൊടുത്തിട്ടുള്ളത്. ആം റൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ചെസ്റ്റ് റൗണ്ടിൻ്റെ 4-1 1/2 ഇഞ്ച് ലൂസ് ലൈനിങ് ഉള്ളതുകൊണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തയ്യൽ തുമ്പ് 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ ഇവിടെ നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ 4-1 ഡാർട്ടിനുള്ള 1/2 ഇഞ്ചും പിന്നെ തയ്യൽ തുമ്പ് 1 ഇഞ്ചും മാർക്ക് ചെയ്ത് ഇതേപോലെ കൊടുക്കുക. എന്നിട്ട് ഈ ലൈൻസ് എല്ലാം നമ്മൾ ഇതേപോലെ കണക്ട് ചെയ്ത് വരച്ചിട്ട് നമ്മളിത് ആം റൗണ്ട് ഇതേപോലെ കർവ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ആം റൗണ്ട് കറക്റ്റായിട്ട് കിട്ടണം. ഈ ആം റൗണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ആം ഹോൾ ഇറക്കി നിങ്ങൾ വരച്ച് കൊടുക്കണം. ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. തയ്യൽ തുമ്പ് വിട്ടിട്ട് ബോഡി എന്നുള്ള ആം റൗണ്ടിൻ്റെ പകുതി നമുക്കുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. 4 ഇഞ്ച് അകലത്തിൽ ഇതേപോലെ ഡാർട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 ഇഞ്ചാണ് ഡാർട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തത്. ചെസ്റ്റിനേക്കാൾ വേസ്റ്റ് ഒരുപാട് 6 ഇഞ്ചിലൊക്കെ കുറവാണെങ്കിൽ ഡാർട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്ക് ഷോൾഡർ ട്രിപ്പ് തയ്ച്ച് തീരുമ്പോൾ ഒരു 2 ഇഞ്ച് നിന്നാൽ മതി. അതുകൊണ്ട് ഞാൻ ഇവിടെ ആയിട്ട് ഇങ്ങോട്ടേക്ക് 2.25 ഇഞ്ച് 2 ഇഞ്ചാണ് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടണമെങ്കിൽ 2.25 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. തയ്ച്ച് കഴിയുമ്പോൾ 2 ഇഞ്ച് ഷോൾഡർ ടിപ്പ് നിൽക്കും. അവിടെ നേരെ താഴത്തേക്ക് ലൈൻ കൊടുത്ത് നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത് കൊടുക്കാം. ബാക്ക് നെക്ക് ലെങ്ത് എത്രയാണോ വേണ്ട അതിൻ്റെ കൂടെ 4 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നെക്കൊക്കെ 4 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അത്യാവശ്യം വൈഡിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവിടെ മാത്രം ചെറിയൊരു കർവ് ഇങ്ങനെ കൊടുക്കുന്നേ. അപ്പോൾ നല്ല സ്ക്വയറുമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് എടുത്തിട്ട് ഇത് വെച്ച് വേണം നമുക്ക് മെയിൻ പീസ് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നെക്ക് വിഡ്ത്ത് കൂട്ടുക നെക്ക് ലെങ്ത് കൂട്ടുക ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ബാക്ക് പീസ് വെച്ചാണ് നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി തേര് ഭാഗം കഴിയുന്ന എടുക്കാറില്ല, അതിനെ കട്ട് ചെയ്ത് മാറ്റാറാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ക്രോസിലാണ് വേണ്ടതെങ്കിൽ ഇത് ക്രോസിൽ നമുക്ക് വെച്ച് ചെയ്യാം. സ്ട്രെയിറ്റിലാണ് വേണ്ടതെങ്കിൽ സ്ട്രെയിറ്റിൽ വെച്ച് നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതേപോലെ 1/2 ഇഞ്ച് ഇതേപോലെ മാർജിൻ വിട്ടിട്ട് അവിടേക്ക് ഇതേപോലെ വെച്ച്, ക്രോസിലാണ് വേണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ സ്ട്രെയിറ്റിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ചെസ്റ്റിനേക്കാൾ ബ്രസ്റ്റ് സൈസ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്രോസിലിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ നമ്മളത് ഇതേപോലെ ഷോൾഡർ ലൈൻ വരച്ചു. ബാക്കിയൊക്കെ നമുക്ക് അതേപോലെ അങ്ങ് ട്രേസ് ചെയ്തെടുക്കാം. സാരി, ബ്ലൗസ്, ചുരിദാർ, ഗൗണൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ ടൈലറിങ് പഠിക്കണമെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ട്രേസ് ചെയ്തെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് എത്രയാണോ അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/2 ഇഞ്ചോടെ കൂട്ടി ഇതേപോലെ ബാക്ക് പീസിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ വെച്ച് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു. അപ്പോൾ ഫ്രണ്ട് പീസിൽ നമുക്കത് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഇതേപോലെ ഇച്ചിരി ലെങ്തിലൊന്ന് ലൈൻ ഒന്ന് വരച്ചിട്ട് കൊടുത്തോളുക. എന്നിട്ട് നമ്മൾ ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പം ബാക്ക് പാർട്ടിൽ അത് ജസ്റ്റ് ഒന്ന് ലൈൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ ഇതുപോലെ ലൈൻ വരച്ച് കൊടുത്താൽ ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കത്തേ ഉള്ളൂ. ഇവിടെ തയ്യൽ തുമ്പ് വിട്ടിട്ട് എത്രയുണ്ടെന്ന് നോക്കുക. അതിൻ്റെ ഇരട്ടി എത്രയാണെന്ന് നമ്മൾ കാണുക. കണ്ടിട്ട് നമ്മൾ നമ്മുടെ ബ്രസ്റ്റ് റൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യുക. ഇതേപോലെ നമ്മൾ ബ്രസ്റ്റ് റൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണോ അതിൻ്റെ പകുതി നമുക്ക് ഫ്രണ്ട് പീസിൽ ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിന്റ് വരുന്നിടത്ത് നമുക്ക് ആ ഒരു വ്യത്യാസം വേണം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ വ്യത്യാസം ഇതുപോലെ ഞാൻ ബ്രസ്റ്റ് പോയിന്റിന് അവിടെ ലൈൻ കൊടുത്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ വ്യത്യാസം കണ്ടിടത്തേക്ക് ഇതേപോലെ ചരിച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ ഓൾറെഡി നമ്മൾ ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിന്റ് ഒക്കെ മാർക്ക് ചെയ്തില്ലേ, നമ്മൾ നെക്ക് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ലൈൻ കൊടുത്ത് നമുക്ക് ബാക്കിൽ അതേ നെക്ക് വിഡ്ത്ത് തന്നെ ഇവിടെ വരാൻ കറക്റ്റായിട്ട് നെക്ക് വിഡ്ത്ത് ഇതേപോലെ ട്രേസ് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ടിലത്തെ നെക്ക് ലെങ്തിലേക്ക് ഇതേപോലെ കണക്ട് ചെയ്ത് വരച്ച് നമുക്ക് എത്രയും ഫ്രണ്ടിൽ വൈഡ് വേണോ അതിനനുസരിച്ച് ഇതേപോലെ കൊടുക്കാവുന്നതാണ്. ഫ്രണ്ടിൽ സ്ക്വയർ വ്യൂ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തെല്ലാം എടുത്ത് നമുക്ക് ബ്രസ്റ്റ് വിട്ട് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നേരെ താഴത്തേക്ക് ഇതേപോലെ ലൈൻ കൊടുക്കുക. ഇനി മെയിൻ ഡയറക്റ്റ് ഞാനിവിടെ 1 ഇഞ്ചാണ് ഞാൻ ഇതേപോലെ മാർക്ക്. ഇവിടുത്തെ വ്യത്യാസം നമുക്ക് നോക്കിയാൽ കറക്റ്റ് അതിൻ്റെ പകുതി ഇവിടേക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇല്ലെങ്കിൽ കോമൺ ആയിട്ട് നിങ്ങൾക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. 1.5 ഇഞ്ച് വെച്ച് വലിയ ബ്രസ്റ്റിനൊക്കെ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇതേപോലെ 1/4 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ബ്രസ്റ്റ് പോയിന്റിന് ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് ഇതേപോലെ വിട്ടിട്ട് ഒരു ലൈൻ കൊടുക്കുക. 2 സൈഡിലേക്കും 1/4 ഇഞ്ച് ഇതുപോലെ സെൻറ്റർ ഡാർട്ട് ഇതുപോലെ വരച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ബ്രസ്റ്റ് പോയിന്റിൽ നിന്ന് ആം ഹോളിൻ്റെ ഈ ഒരു പാർട്ടിലേക്ക് ഇതേപോലെ 1.25 ഇഞ്ച് ഇതേപോലെ വിട്ടിട്ട് ലൈൻ കൊടുത്തിട്ട് 2 സൈഡിലേക്കും 1/4 ഇഞ്ച് ഇതേപോലെ ആം ഹോൾ ഡാർട്ടും ഇതേപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ കർവ് കൊടുക്കണം. ഇവിടെ 2 ഇഞ്ച് ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട്
ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഇതേപോലെ കർവ് വരച്ച് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നോർമലായിട്ട് വരച്ച് കൊടുത്താലായാലും മതി. ഇനി നമുക്ക് ഫ്രണ്ട് പീസും കറക്റ്റായിട്ട് മാർക്കിംഗ് അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമുക്കിനി ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരച്ച് കൊടുക്കണം. തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരയ്ക്കാനായിട്ട്. ട്രാൻസ്പെറൻറ്റ് സ്ലീവ് വേണ്ട, ഞാൻ ഒരുപാട് ഡെപ്ത് കൊടുത്തിട്ടില്ല. ഇനി ഇത് വെച്ച് നമുക്ക് മെയിൻ ക്ലോത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്യുമ്പം കുറച്ച് എല്ലായിടത്തും കുറച്ചൊന്ന് കൂടുതലായിട്ട് വെച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ലൈനിങ്ങും മെയിൻ പീസും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് നമ്മളിനി ഡാർട്ടും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഒന്ന് എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് കൂടുതൽ നിർത്തി വേണം കട്ട് ചെയ്തെടുക്കാൻ. കറക്റ്റായിട്ട് വെച്ചെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് എല്ലാ സൈഡും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ പീസും തമ്മിൽ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പീസ് ചെയ്യുമ്പോൾ ആം റൗണ്ടും നെക്കിൻ്റെ പോർഷനും ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ചേർക്കില്ല. ഇനി നമുക്ക് ഈ ഒരു മാർക്കിങ്സ് എല്ലാം നമ്മൾ മറു സൈഡിലും കറക്റ്റായിട്ട് വരുത്താനായിട്ട് കറക്റ്റായിട്ട് ചോക്ക് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ റോങ് സൈഡും കറക്റ്റായിട്ട് ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് പതിപ്പിച്ച് കൊടുക്കും. നിവർത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ചോക്കിങ്ങിൻ്റെ മാർക്കിങ്സ് ഒക്കെ നമുക്ക് ഈ ഒരു സൈഡിലും ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിനൊന്ന് തെളിച്ചൊന്ന് വരച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ട്രേസിങ് വീൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ റോ സിൽക്കിൻ്റെയാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ട്രേസിങ് വീലിൻ്റെ ആ ഒരു ഇത് വേണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മെയിൻ ഡാർട്ട് നമ്മൾ ഇടുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ ആ ഒരു പോയിന്റ് വെച്ച് ഇതേപോലെ മടക്കിയിട്ട് കണ്ടോ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തൊന്ന് കെട്ടിട്ട് നിർത്തി വേണം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിങ്ങ് അടിച്ചിങ്ങ് ഇറക്കാൻ. 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇട്ടു. ഇനി നമുക്കിനി സെൻറ്റർ ഡാർട്ട് ഇതേപോലെ കണ്ടോ കറക്റ്റായിട്ട് ആ ഒരു ഡാർട്ടിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ വെച്ച് മടക്കിയിട്ട് കണ്ടോ സ്റ്റിച്ച് ചെയ്തിങ്ങ് അടിച്ചിങ്ങ് ഇറക്കുവാണ് ചെയ്യേണ്ടത്. കണ്ടോ, അപ്പോൾ നമ്മൾ 2 ഡാർട്ട് ഇതുപോലെ ഇട്ടു. ഇനി നമ്മൾ റിഗാളിൽ ആം റൗണ്ടിലെ ഡാർട്ടും കറക്റ്റ് കണ്ടോ ഈ ഒരു ബ്രസ്റ്റ് പോയിന്റിൽ നിന്ന് കറക്റ്റ് ആയിരിക്കണം നമ്മുടെ ആ ഒരു ഡാർട്ട് ഇതേപോലെ കറക്റ്റ് മടക്കി എടുക്കേണ്ടത്. കണ്ടോ, അതും ഇതേപോലെ കണ്ടോ പോയിന്റ് പോലെ അടിച്ചിറക്കണം. എന്നാലാണ് നമുക്ക് ഡാർട്ട് ഈ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുന്നത്. 2 സൈഡിലും ഡാർട്ടൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബെൽറ്റ് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ബാക്ക് പാർട്ട് ഇതേപോലെ മടക്കി വെക്കുക. റോങ് സൈഡ് വേണം വെക്കാൻ. എന്നിട്ട് ഇതേപോലെ ഒരു പീസ് നമ്മൾ താഴെ കറക്റ്റ് ലെവലിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ ഫ്രണ്ട് പീസ് ഡാർട്ട് ഇട്ടത് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതേപോലെ കറക്റ്റായിട്ട് വിടർത്തി വെച്ച് കൊടുക്കണം നമ്മൾ. എന്നിട്ട് ഇതേപോലെ എല്ലാ സൈഡിലും ഒന്ന് പിൻ കുത്തി കൊടുക്കുക. കറക്റ്റ് സീം എലവൻസ് എല്ലാം നോക്കി വെച്ചിട്ട് എന്നിട്ട് ഇതുപോലെ പിന്നെല്ലാം കുത്തി വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു അര ഇഞ്ചൊന്ന് മടക്കി വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതേപോലെ കറക്റ്റ് ആ വരുന്ന ലെവലിൽ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. രണ്ടാമത് നമ്മൾ മേളിലോട്ട് കയറ്റി ഒന്ന് അര ഇഞ്ച് വരച്ചാലും മതി. ബാക്ക് പീസിൽ നമ്മൾ ഡാർട്ട് കൊടുക്കുന്നതുകൊണ്ട് ഈ ഒരു സൈഡിൽ നമ്മൾ ഒരു അര ഇഞ്ച് കുറച്ച് കണ്ടോ ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കണം. ബാക്കിൽ ഡാർട്ട് ഇടുന്നില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ സൈഡ് പോലെ തന്നെ ഈ ഒരു സൈഡ് പോലെ തന്നെ കട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മളിനി ചെയ്യേണ്ട കാര്യം ഈ ഒരു ഇതെല്ലാം മാറ്റി വെച്ചിട്ട് മുകളിലേക്ക് ഒരു അര ഇഞ്ച് സീം എലവൻസ് ഇടണം. താഴെ നമുക്ക് സീം എലവൻസിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി ബാക്ക് പാർട്ടിൽ നമ്മൾ മടക്കി അടിച്ചിട്ടില്ലല്ലോ, ആ ഒരു സീം എലവൻസ് നമുക്ക് ഇതിലും കിട്ടും. എന്നിട്ട് നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. കണ്ടോ, ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ഷേപ്പിന് തന്നെ ബെൽറ്റ് ഇതുപോലെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഒരു സൈഡിൽ തന്നെ 3 പീസ് വേണം, ഒരു മെയിൻ പീസും ബാക്കി ലൈനിങ്. എന്നിട്ട് 2 പീസ് ഇതേപോലെ വെക്കുക. ആദ്യം നമ്മുടെ മെയിൻ പീസ്, അതിന് മേളിൽ വേറെ ലൈനിങ് പീസ്, അതിൻ്റെ മേളിൽ നമ്മൾ ട്രേസ് ചെയ്ത മെറ്റീരിയൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ താഴ്ഭാഗം ഉണ്ടല്ലോ അത് ആദ്യം നമ്മൾ അര ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ ബാക്കി എല്ലാ പീസും ലെവലിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തെന്നിപ്പോവൊന്നും ചെയ്യത്തില്ലല്ലോ, ഒരു പിടുത്തം ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഇതേപോലെ കറക്റ്റ് അതേ ഷേപ്പിന് കട്ട് ചെയ്തെടുത്തേച്ചും ഏറ്റവും താഴെയാണ് നമ്മുടെ മെയിൻ പീസ് വെച്ചിരിക്കുന്നത് അല്ലേ, അതിനെ ഇതേപോലെ ഇങ്ങനെ കണ്ടോ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തേച്ചും കണ്ടോ നമ്മൾ ലൈനിങ്ങിൻ്റെ ഭാഗത്താണ് ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത് കണ്ടോ. എന്നിട്ട് നമ്മളൊന്ന് മറിച്ച് വെച്ച് അയൺ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എന്നിട്ട് ഈ ഒരു സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് തെന്നിയൊന്നും മാറിപ്പോകാതെ ഇരിക്കും കണ്ടോ. ഈ ഒരു ഷേപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ടിനി ഈ 2 സൈഡിലത്തേത് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. തിരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. 2 സൈഡിലത്തെ ബെൽറ്റ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്കിനി നമ്മുടെ ഫ്രണ്ട് പീസുമായിട്ട് നമുക്കിനി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കറക്റ്റ് അതാത് പീസിൻ്റെ സൈഡ് അങ്ങനെ തന്നെ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം, തിരിഞ്ഞു പോകരുത് കണ്ടോ. ഇതേപോലെ കണ്ടോ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തേച്ചും കൃത്യം നമ്മുടെ സീം എലവൻസിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്ക് പീസുമായിട്ട് ടാലി ആകാതെ വരും കണ്ടോ. ഈ ഒരു ഡാർട്ടിൻ്റെ പോർഷൻ ഇങ്ങനെ മടക്കി വെക്കുകയോ അല്ലെങ്കിൽ ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കൃത്യം സീം എലവൻസിൽ സ്റ്റിച്ച് ചെയ്യണം. പീസൊന്നും വലിച്ചു പിടിക്കല്, വലിഞ്ഞു പോരും, ക്രോസ് പീസൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ നമുക്ക് ഇതേപോലെ ബെൽറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് സെൻറ്ററിൽ 2 സൈഡിൽ നമുക്കിനി പടി വെച്ച് കൊടുക്കണം. ഒരു സൈഡിൽ നമുക്ക് ഹുക്കിൻ്റെ പടിയും ഒരു സൈഡ് ഹുക്കിൻ്റെ ഹോളിൻ്റെ പടിയും നമ്മൾ സെറ്റ് ചെയ്യണം. ഇത് കണ്ടോ ഈ ഒരു ഡാർട്ട് പോയിന്റ്സ് എല്ലാം കറക്റ്റ് ഒരേ നേരെ തന്നെ വരണം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം. ഇനി റൈറ്റ് സൈഡിൽ നമുക്ക് ഹുക്കിൻ്റെ പടിയാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് വീതിയിൽ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ലെങ്ത് നമുക്ക് എത്രയാണ് ഈ ഒരു ഭാഗത്തെ ലെങ്ത് അതിനേക്കാൾ 1 ഇഞ്ച് കൂടുതൽ വേണം.
ഹുക്കിൻ്റെ ഹോള് വെക്കുന്നിടത്ത് നമ്മളിത് ഇതേപോലെ ഞാൻ ഇതേപോലെ 5 ഇഞ്ച് വീതിയിൽ മെയിൻ ക്ലോത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതേപോലെ 5 ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നേരെ രണ്ടായിട്ട് അങ്ങ് മടക്കും. മടക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും അതിനെ ഒന്നുകൂടെ മടക്കുന്നത്. ലെങ്ത് എടുക്കുമ്പോൾ എത്രയാണോ ഇവിടെയുള്ള ലെങ്ത് അതിനേക്കാളിലും 1.5 ഇഞ്ചൊക്കെ കൂടുതലായിട്ട് എടുക്കും. എന്നിട്ട് ഇനി സ്റ്റിച്ച് ചെയ്യാം നമുക്ക്. കണ്ടോ, ഇതേപോലെ ഹുക്ക് വരുന്ന പടി ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ആദ്യം ഒന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്യുമോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ നല്ല വശത്ത് വെച്ചിട്ട് ഇതേപോലെ മുകൾ ഭാഗം വെക്കുമ്പോൾ ഒരേ ലെവലിൽ വെക്കാം. താഴത്തേക്ക് തയ്യൽ തുമ്പ് കൂടുതൽ നിൽക്കുന്ന ലെവലിൽ വേണം ഇതുപോലെ വെക്കാം. കൃത്യം നമ്മൾ എത്രയാണോ സീം അലവൻസ് ഇവിടെ വിട്ടിട്ടുള്ളത് കൃത്യം ആ ഒരു രീതിയിൽ തയ്ച്ച് ഇങ്ങോട്ടേക്ക് എടുക്കുക. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഇതിനെ ഒന്ന് പതിപ്പിച്ച് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ ആ ഒരു അറ്റാച്ച് ചെയ്ത പീസിൽ അതിൻ്റെ മുകളിലേക്ക് വേണം ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് കണ്ടോ, ഈ ഒരു ഭാഗം ഇതേപോലെ ബാക്കിലേക്ക് പതിപ്പിച്ച് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ബാക്കിലേക്ക് മൊത്തത്തിലൊന്ന് ചേർത്ത് മടക്കുക. എക്സ്ട്രാ ആയിട്ട് നമ്മൾ വെച്ച പടി ഇതുപോലെ ബാക്കിലേക്ക് ഇതുപോലെ മടക്കി. എന്നിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കണം. കൃത്യം നമ്മുടെ ആ ഒരു സീം അലവൻസിൽ ഇപ്പം നമ്മൾ പടി എടുത്തില്ല, ആ ഒരു കൃത്യം സീം അലവൻസിൽ വേണം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹുക്കിന് ഹോള് വരുന്ന പടിക്ക് ഞാൻ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പടി ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് റോങ് സൈഡിലായിട്ട് ഇതേപോലെ വെച്ചു. താഴ്ഭാഗത്ത് തയ്യൽ തുമ്പ് കൂടുതൽ നിൽക്കുന്ന ലെവലിൽ ഇതേപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് കൃത്യം സീം അലവൻസ് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടില്ല, ആ ഒരു സീം അലവൻസിൽ ഇതേപോലെ മുകൾ വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് എക്സ്ട്രാ ആയിട്ട് മുകളിൽ വന്നിരിക്കുന്നതിനെ കട്ട് ചെയ്ത് മാറ്റി. താഴത്തെ ഈ ഒരു ഭാഗത്ത് തയ്യൽ തുമ്പിന് നമ്മൾ മുകളിലേക്ക് ഒരേ ലെവൽ ബെൽറ്റിൻ്റെ ആ ഒരു ലെവൽ ഇതേപോലെ കണ്ടോ കറക്റ്റായിട്ട് ചേർത്ത് ഇതേപോലെ മടക്കിയിട്ട് ഇനി നമുക്ക് ഈ സൈഡിലോട്ട് കിടക്കുന്നില്ല, ഇതിനെ നമ്മൾ നേരെ ആദ്യം സ്റ്റിച്ച് ചെയ്ത ലെവലിലെ ആ ഒരു ലൈനിലേക്ക് ഇതേപോലെ മടക്കുക. മടക്കി വെച്ച് നമുക്കിനി ഹോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഒരു തയ്യൽ തുമ്പൊക്കെ ഉള്ളിലോട്ടൊന്ന് ആക്കി വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ആദ്യം ഇങ്ങോട്ടേക്കൊന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് വന്നു, കുത്തി നിർത്തിയിട്ട് തിരിച്ച് നേരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. നമുക്കൊരു ഹുക്ക് കയറാനായിട്ടുള്ള മാത്രം ഒരു ചെറിയൊരു ഹോള് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. ഹുക്കിന് വേണ്ടുന്ന ഗ്യാപ്പിൽ ഇതേപോലെ ഹോൾസ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് വരിഞ്ഞു വെച്ചാലും മതിയാകും. ഇങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമുക്ക് 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ ഗ്യാപ്പിൽ നമുക്ക് ഇതേപോലെ ഹുക്കിന് ഹോൾ ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ മുകളിൽ നമ്മൾ 1/4 ഇഞ്ചിൽ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു 1/4 ഇഞ്ചിലെ ലൈൻ വിട്ടിട്ട് വേണം ഏറ്റവും ഒടുവിലത്തെ നമ്മൾ ഹുക്ക് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഹോൾ നിൽക്കുന്ന ലെവലിൽ വേണം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ലാസ്റ്റിലത്തെ നമ്മുടെ ഈ ഒരു ഹുക്കിൻ്റെ ഹോൾ നമ്മൾ വെക്കാനായിട്ട്. കണ്ടോ, ഇതേപോലെ കറക്റ്റായിട്ട് പടിയെല്ലാം വെച്ച് കൊടുത്തപ്പോഴും നേരെ നേരെ നിൽക്കണം. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ ഡാർട്ട് ഇതേപോലെ കണ്ടോ കറക്റ്റായിട്ട് മടക്കിയിട്ട് നമുക്കിങ്ങനെ ഡാർട്ടെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് ബാക്കിലത്തെ പടിയും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് ഫിനിഷായി. 2 സൈഡിൽ ഡാർട്ടെല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് നമുക്ക് ബാക്കിലെ പടി നമുക്ക് എടുക്കാനായിട്ട്. ബാക്കിൽ നമുക്ക് പടി നമ്മൾ എടുക്കാനായിട്ട് എത്രയാണോ കൃത്യം നമ്മുടെ ബാക്കിലത്തെ വേസ്റ്റ് കൊണ്ട് ഫുൾ വന്നിരിക്കുന്ന ആ ഒരു ലെങ്തിലുള്ള ഒരു പീസ് എടുക്കുക. വീതി ഇതേപോലെ ഒരു 3 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് മടക്കി കഴിയുമ്പോൾ അത് 1.5 ഇഞ്ച് ഉണ്ടാവുമല്ലോ. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ ഇതേപോലെ കണ്ടോ ഇവിടെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് ആദ്യം കൊടുക്കണം. എന്നിട്ട് ഇതിനെ താഴത്തേക്ക് ഇതേപോലെ നിവർത്തി വെച്ചിട്ട് അപ്പോൾ നമ്മൾ കൊടുത്ത പടിയിൽ അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ പതിപ്പിച്ച് ഇതേപോലെ സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ലാസ്റ്റിൽ ഹെമ്മിങ് ആണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് കൂടുതൽ ഭംഗിയാവുക. ഇനി നമുക്ക് ഷോൾഡറും അറ്റാച്ച് ചെയ്ത് സ്ലീവും അറ്റാച്ച് ചെയ്ത് സൈഡും അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് കംപ്ലീറ്റ് ആയി കേട്ടോ. ഈ ഒരു സ്ലീവ് കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ആണ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. സ്ലീവും കൂടി ഇതിനകത്ത് ചെയ്തോളൂ, ഒരുപാട് വീഡിയോ ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ സ്ലീവ് കട്ടിങ്ങിൻ്റെ ഈ ഒരു പഫ് മേക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്താലും മതി. ഞാൻ അടുത്ത വീഡിയോയിൽ ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്ലീവിൻ്റെ മാത്രമായിട്ടൊരു കട്ടിങ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ഇതുപോലെ ക്രോസ് പീസാണ് എടുക്കേണ്ടത്. നമ്മളിതുപോലെ 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്ത് നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്ത് നേരെ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് അരികത്തൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ബയാ സ്ട്രിപ്പ് നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്ത് എടുത്തിട്ട് വേണം നമ്മൾ നെക്കിലേക്ക് വെച്ച് ഫിനിഷ് ചെയ്യാൻ. ഇതേപോലെ 1/2 ഇഞ്ച് ഒന്ന് തെള്ളി വെച്ചിട്ട് വേണം നമ്മൾ കണ്ടോ 1/4 ഇഞ്ച് വീതിയിൽ കറക്റ്റായിട്ട് നെക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് നെക്കിൻ്റെ ഷേപ്പിൽ നമ്മൾ ഈ ഒരു ബയാ സ്ട്രിപ്പിനെ ഒന്ന് കറക്റ്റ് വളച്ച് വെച്ച് കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആ ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കണം നമ്മൾ. എന്നിട്ട് കൃത്യം സീം അലവൻസിൽ തന്നെ ഫുള്ളായിട്ട് നെക്ക് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മൾ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ പീസിൻ്റെ നൂല് നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് നൂല് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ അതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേച്ചും
നമ്മൾ ഇനിയും ചെയ്യേണ്ട കാര്യം ഇതിനെ ഇങ്ങനെ നിവർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് കണ്ടോ അതെ ഇതേപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് വേണം ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. നല്ലതായിട്ട് പതിപ്പിച്ച് വെച്ച് തന്നെ ചെയ്യണം കേട്ടോ, കൊമളിച്ചൊന്നും നിൽക്കാനായിട്ട് പാടില്ല. എന്നിട്ട് നമ്മൾ ഇതിനെ ബാക്കിലേക്ക് വെച്ച് ഹെമ്മിങ് ചെയ്യുന്നതാണ് കൂടുതൽ നമുക്ക് ഭംഗിയാവുക. ഹെമ്മിങ് തന്നെ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പ്രൊഫഷണലായിട്ട് ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനോ ഓഫ്ലൈൻ ക്ലാസ്സിനോ ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിന് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. Anywhere at any time through online. STech, made to create, share to inspire.